21 കറുത്ത ചെമ്മരിയാടുകളെ, പിന്നെ 21 ചുവന്ന ആടുകൾ, 3 എരുമകൾ, ഒടുവിൽ 5 പന്നികളെയും. നടന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന് 15 കിലോമീറ്റർ അകലെ ആളൊഴിഞ്ഞ സ്ഥലത്ത്. നടത്തിയത് കേരളത്തിൽ നിന്നുള്ള തന്ത്രികളെന്നും അഘോരികളെന്നും 2 വരികളിൽ 2 ഭാഷ്യം. പറഞ്ഞത് കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയും PCC അധ്യക്ഷനുമായ DK ശിവകുമാറാണ്. രാജഗണ്ഡക യജ്ഞം, മരണമോഹന സ്തംഭന യജ്ഞം എന്നെല്ലാമുള്ള പേരുകളിൽ നടന്നത് ശത്രുഭൈരവി യജ്ഞമാണെന്ന കാര്യത്തിലും ഉപമുഖ്യമന്ത്രിക്ക് സംശയമില്ല. ൂറ്റി വർഷം മുമ്പ് തിരുവിതാംകൂറിൽ 1920 തന്നെ റീജന്റ് റാണി ലക്ഷ്മിഭായി മൃഗബലി നിരോധിച്ച് ഉത്തരവിട്ടതാണ്. സമ്പൂർണ്ണ മൃഗബലി നിരോധനവുമായി അരനൂറ്റാണ്ട് മുമ്പ് 1968 തന്നെ കേരളത്തിൽ നിയമം പാസ്സായതുമാണ്. അങ്ങനെയെല്ലാമുള്ള ഇക്കേരളത്തിൽ ആരോരും അറിയാതെ ആരാണ് കറുത്ത ചെമ്മരിയാടുകളുടെ ചോര വീഴ്ത്തി കർണാടകത്തിന്റെ സിംഹാസനം ഇളക്കാൻ നോക്കിയത്? രക്തസാക്ഷികൾക്കും ബലിദാനികൾക്കും കുറവില്ലാത്ത നാട്ടിലെ രാഷ്ട്രീയ മൃഗബലിയിലേക്കാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. സ്വാഗതം. കറുത്ത ചെമ്മരിയാടുകളെ ബലി കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ ബാബ ബ്ലാക്ക് ഷിപ്പ് ഹാവ് യു എനി വൂൾ എന്ന നഴ്സറി പാട്ടുപാടി ബബ്ബ ബബ്ബ വച്ചാൽ മതിയോ? കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ആദ്യം പറഞ്ഞത് നടത്തിയത് കേരളത്തിൽ നിന്നുള്ള തന്ത്രിമാരാണെന്നാണ്. രണ്ടാമത് പറഞ്ഞു അത് അഘോരികളാണെന്ന്. ചരിത്രാതീത കാലം മുതലുള്ള അറിവിൽ കേരളത്തിൽ അഘോരികളില്ല. അവരുള്ളത് അങ്ങ് UP-യിലാണ്, ജീവിക്കുന്നത് ഹിമാലയത്തിലാണ്. അഘോരികൾ കേരളത്തിൽ വന്ന് ഹോമം നടത്തിയതാണോ? അതോ കേരളത്തിലെ ഏതെങ്കിലും തന്ത്രിമാർ അഘോര ഹോമം നടത്തിയ കാര്യം പറഞ്ഞത് മാറിപ്പോയതാണോ? അഘോരികളാണെങ്കിലും അഘോര ഹോമമാണെങ്കിലും രണ്ടും ശിവനുള്ളതാണ്. പറഞ്ഞത് ശിവകുമാറുമാണ്. നേപ്പാളിൽ ഗാധിമായ് എന്ന ഭദ്രകാളി ക്ഷേത്രമുണ്ട്. ബാരായിലെ ബെരിയാപുരിയിലാണ്. കാഠ്മണ്ഡുവിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ. വർഷം 2.5 ലക്ഷം മൃഗങ്ങളെ വരെ ബലി കൊടുത്തിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. രാഷ്ട്രീയ നേട്ടം മോഹിച്ച് ബലി നടത്തുന്നത് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും ഒക്കെ ജന്മിമാരും രാഷ്ട്രീയക്കാരുമാണ്. അവിടെയാണ് കറുത്ത ചെമ്മരിയാടുകളെയും ചുവന്ന ആടുകളെയും പോത്തുകളെയും ഒക്കെ കഴുത്ത് ഒറ്റവെട്ടിന് അറുക്കുന്നത്. ചില അഘോരികൾ അവിടെയും എത്താറുണ്ടെങ്കിലും ഇതെങ്ങനെ കേരളത്തിൽ നടക്കും? അതാണ് സംശയം. മനോജ് പിള്ള തിരുവിതാംകൂർ രാജകുടുംബത്തെക്കുറിച്ച് എഴുതിയ ഏറെ പ്രശസ്തമായ പുസ്തകമുണ്ട്, ദന്തസിംഹാസനം എന്ന ദ ഐവറി ത്രോൺ. അതിലൊരു സംഭവം വിവരിക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം തിരുവിതാംകൂർ രാജകുടുംബത്തിലേക്ക് 2 രാജകുമാരിമാരെ ദത്തെടുത്തു. അതിലൊരാൾ മറ്റേയാളെ ഇല്ലാതാക്കാൻ ഹോമം നടത്തി. ദിവസവും 20 മുതൽ 25 വരെ എലികളെയാണ് കൊട്ടാരത്തിൽ ബലി കൊടുത്തത്. തിരുവിതാംകൂറിൽ താമസമാക്കിയ തന്ത്രിമാരാണ് ഇത് നടത്തിയത് എന്നും പറയുന്നുണ്ട്. ഏതായാലും ബലി നടത്തിയ രാജകുമാരി കൊട്ടാരത്തിൽ നിന്ന് പുറത്താവുകയും ഇരയാക്കാനിരുന്ന രാജകുമാരി റീജന്റ് ആവുകയും ചെയ്തു. തന്നെയും മുഖ്യമന്ത്രിയെയും ഇല്ലാതാക്കാൻ ബലി നടത്തി എന്നാണ് DK ശിവകുമാർ പറയുന്നത്. അധികാരഭ്രഷ്ടനാക്കാൻ ബലി നടത്തിയതിനു പിന്നിൽ കർണാടകത്തിലെ ചില രാഷ്ട്രീയ ശത്രുക്കളുണ്ട് എന്നും ഉപമുഖ്യമന്ത്രി പറയുന്നു. ആളെ അറിയാം, പക്ഷെ പേര് പറയില്ല. അതാണ് നിലപാട്. ഇങ്ങനെ ഒരു വിവരം കിട്ടിയാൽ 21-ാം നൂറ്റാണ്ടിലെ മുഖ്യമന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ എന്തു ചെയ്യും എന്നാണ് പൊതുജനം കരുതേണ്ടത്. ശത്രു സംഹാരത്തിന് ദുർമന്ത്രവാദം ചെയ്യുന്നവരെ ഓർത്ത് പരിഹസിച്ച് പൊട്ടിച്ചിരിക്കും. പിന്നെ നിരോധിച്ച മൃഗബലി നടത്തിയവരെ പിടിച്ച് ജയിലിലിടും. ഇത് രണ്ടുമല്ല കർണാടകത്തിലുണ്ടായത്. കയ്യിൽ ജപിച്ചു കെട്ടിയ നൂലുള്ളതുകൊണ്ട് ഒരു വിധമുള്ള സംഹാരമൊന്നും ഏൽക്കില്ലെന്നാണ് ഉപമുഖ്യമന്ത്രി പറയുന്നത്. അയൽവക്കത്ത് ഇങ്ങനെ ഉപമുഖ്യമന്ത്രിമാർ ഉള്ളപ്പോൾ എലന്തൂരിൽ നരബലി നടത്തിയവരെയും അന്യഗ്രഹ ജീവിതത്തിനായി അരുണാചലിൽ പോയി ആത്മഹത്യ ചെയ്തവരെയും കുറ്റം പറയാൻ കഴിയില്ല. ഒരു നൂറ്റാണ്ടിനപ്പുറം പഴക്കമുള്ള ഒരു കഥയുണ്ട്. 1900-നും മുമ്പാണ്. തിരുവനന്തപുരത്ത് കുളത്തൂരിൽ കോലത്തുകര എന്ന സ്ഥലത്ത് ഒരു ഭദ്രകാളി ക്ഷേത്രം ഉണ്ടായിരുന്നു. ദിവസവും മൃഗങ്ങളെ കൊണ്ടുവന്ന് ബലി നടത്തിയിരുന്ന സ്ഥലമാണ്. ശ്രീനാരായണ ഗുരു അവിടേക്ക് കടന്നു വന്നു. അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയ്ക്ക് പിന്നാലെയാണ് ഗുരു രക്തദാഹിയായ ഭദ്രകാളിയെ എടുത്തു മാറ്റി പകരം ശിവനെ പ്രതിഷ്ഠിച്ചു. ഒരു ഭരണകൂടവും മൃഗബലി നിരോധിച്ചിട്ടില്ലാത്ത കാലത്താണ് ഈ സംഭവം.
ഇനി ഇവിടെ മൃഗബലി പാടില്ല എന്ന് പ്രഖ്യാപിച്ച് ക്ഷേത്രത്തിന്റെ കൽഭിത്തിയിൽ ഗുരു രണ്ടുവരി ശ്ലോകം എഴുതി. കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയെ. ഈ വരി എഴുതി ഗുരു മാറിയതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന ഒരു 18കാരൻ താഴെ 2 വരി കൂടി ചേർത്തു. കാലൻ കനിവറ്റു കുറിച്ചു വിടുന്ന ഓലപ്പടി എന്നെ അയക്കരുതേ, സംഹാരവും മരണവുമല്ല ജീവിതമാണ് വേണ്ടത് എന്നെഴുതിയ ആ 18കാരനെ ഗുരു ചേർത്തു പിടിച്ചു. പിന്നീട് കുമാരനാശാൻ എന്നറിയപ്പെട്ട എൻ കുമാരനായിരുന്നു ആ 18കാരൻ. ഗുരുവിന്റെയും ആശാന്റെയും ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു അത്. മൃഗബലിയുടെ ചരിത്രമൊക്കെ അന്നേ തള്ളിക്കളഞ്ഞ മണ്ണാണിത്. നരബലി വരെ നടന്ന പനയന്നൂർ കാവിനെയൊക്കെ നൂറ്റാണ്ടു മുമ്പ് പരിഷ്കരിച്ച നാടുമാണ്. ഹോമം നടന്നു എന്ന് പറയാൻ കുറച്ച് പുക മാത്രം കാണിച്ചാൽ പോരാ, ചോര വീണ ബലിത്തറയെങ്കിലും കാണിച്ചു തരണം. ചെമ്മരിയാടുകളെയും എരുമകളെയും പന്നികളെയും ബലി കൊടുക്കുന്ന നാടാണ് എന്ന് ഒരു തെളിവുമില്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ മലയാളിക്ക് ചിലപ്പോൾ സഹിക്കാൻ കഴിയണമെന്നില്ല. ഇങ്ങനെ ഒരു വിവരം കിട്ടിയെങ്കിൽ അത് വാർത്താ സമ്മേളനത്തിൽ പറയുകയല്ല ഉപമുഖ്യമന്ത്രി ചെയ്യേണ്ടത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും അറിയിക്കണം. കറുത്ത ചെമ്മരിയാടുകളെ കുറിച്ച് അല്ലെങ്കിലും കറുത്ത ചെട്ടിച്ചികളെ കുറിച്ച് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ കവിതയിൽ 2 വരികളുണ്ട്. ഭാഗ്യം കെടിൽ ഒരു നാടിനുമുണ്ട് അയൽപ്പക്കങ്ങളെങ്കിൽ സഹകരിച്ചിടുവാൻ. നല്ല അയൽപ്പക്കമുണ്ടെങ്കിൽ ഒരു നാടിനും ഭാഗ്യം കെടില്ല എന്നാണ് ഇടശ്ശേരി എഴുതിയത്. കേരളവും കർണാടകയും ഇനിയും നല്ല അയൽക്കാരായി തുടരാനുള്ളവരാണ്. അതിനിടയിൽ അഘോരികളും അഘോര ഹോമങ്ങളും ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു സർവേശ്വരി പൂജയും പുഷ്പാഞ്ജലിയും നടത്താം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന നിഷ്കളങ്കമായ മോഹമേ അതിലുള്ളൂ. ഇതെല്ലാം ലംഘിച്ച് ആരെങ്കിലും ഇവിടെ വന്ന് മൃഗബലി നടത്തിയെങ്കിൽ പിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. അപ്പോൾ ഇനി സ്പോട്ട്ലൈറ്റ് നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.